ഹായ് ഗായ്സ്, അമ്മമ്മയെ അറിയാതെ തീരുമാനിക്കുന്ന ആദ്യ സംഭവമായിരുന്നു അത്. അമ്മമ്മയുടെ സർപ്രൈസ് പിറന്നാൾ ആഘോഷം അതിഗംഭീരമായി തന്നെ നടത്താൻ സാധിച്ചു. ഒരു മാസം മുന്നേ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ജെമിനി യൂസ് ചെയ്ത ഇൻവിറ്റേഷൻ കാർഡ് ഒരുക്കി എല്ലാവരെയും ക്ഷണിച്ചു. സൂര്യമംഗലം ഹെറിറ്റേജിലാണ് നടത്തുന്നത്. ആദ്യം ആ പരിസരമൊക്കെ ഒരു ദിവസം പോയി വീക്ഷിച്ചു. അമ്മമ്മയെ ഞങ്ങളുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ മേമയും മാമയും കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അമ്മമ്മയ്ക്ക് ആരാണ് വരുന്നതെന്നോ എവിടെയാണ് നടത്തുന്നതെന്നോ ഒന്നും അറിയില്ല. അമ്മമ്മയറിയാതെ എല്ലാവരെയും സൂര്യമംഗലത്തിലേക്ക് എത്തിച്ചു. അമ്മമ്മ അവിടെ എത്തിയതും പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മമ്മയെ എല്ലാവരും ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത്. അമ്മമ്മ വരുന്നത് കാണാനായി ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റോടെ കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മമ്മ കാറിൽ നിന്നിറങ്ങാതെ കരയുകയായിരുന്നു. ഈ ഒരു നിമിഷത്തിനായി എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനിടയിൽ വീഡിയോ എടുക്കണമെന്നോ ഒന്നും ഓർമ്മയുണ്ടായില്ല. ആരൊക്കെയോ എടുത്ത വീഡിയോ ശകലങ്ങളാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ദിവസം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. അത്രയേറെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു പിറന്നാൾ ദിനം കൂടിയായിരുന്നു ഇത്. അമ്മമ്മയുടെ എൻട്രിക്ക് പൊട്ടിക്കാനുള്ള പടക്കവും സെറ്റാക്കിയിരുന്നു. രാകേഷ് മാമയും ദീപു മാമയും പടക്കം പൊട്ടിച്ചു. പടക്കം തകൃതിയായി പൊട്ടിച്ചു. അമ്മമ്മയുടെ ഉറ്റ സുഹൃത്തുക്കൾ ഉടൻ തന്നെ എത്തി. അവരെ കണ്ടതും വിങ്ങിപ്പൊട്ടിയ അമ്മമ്മ സൂര്യമംഗലം ഹെറിറ്റേജ് അവർണ്ണനീയവും ഹരിതാപവുമായിരുന്നു. അമ്മമ്മ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരുന്നു. അമ്മമ്മയറിയാതെ എങ്ങനെയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് എന്നും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഇതിനായി ഞങ്ങൾ നടത്തിയിരുന്നു. ഫോട്ടോഗ്രാഫർ വന്ന് കുറേ ഫോട്ടോസ് എടുത്തു. പ്രജിച്ചേച്ചി വീട്ടിലുണ്ടാക്കിയ നിറങ്ങളൊന്നും ചേർക്കാത്ത ഒരു സിമ്പിൾ കേക്കായിരുന്നു. പിന്നീട് ഞങ്ങൾ കേക്ക് മുറിച്ചു. രാകേഷ് മാമയുടെ വക കോമഡി പാട്ടും പിന്നെ ചിരിച്ചുകൊണ്ടായി കേക്ക് മുറിക്കൽ. ഫോട്ടോഗ്രാഫർ മുകേഷ് മാമയും എത്തിയിരുന്നു. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഇതാണ് അമ്മമ്മയുടെ സഹോദരങ്ങൾ. ഇതാണ് 91 വയസ്സായ അമ്മമ്മയുടെ അമ്മ. പിന്നീട് കുറച്ച് കലാപരിപാടികളും ഉണ്ടായിരുന്നു. എൻ്റെയും അനിയത്തിയുടെയും വക വെൽക്കം ഡാൻസോടുകൂടി പരിപാടി ആരംഭിച്ചു. അതിനുശേഷം അമ്മമ്മ നല്ലൊരു പാട്ടുപാടി. ഞങ്ങളുടെ വക അടുത്ത സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു ഇത്. മുത്തച്ഛയോടൊപ്പമുള്ള ഞങ്ങളുടെ ഫോട്ടോ. അത് കണ്ടപ്പോൾ അമ്മമ്മ വികാരഭരിതയായി. അതിനുശേഷം അമ്മൂമ്മയെ ആദരിച്ചു. അതിനുശേഷം അമ്മൂമ്മ ഒരു പ്രാർത്ഥനാ ഗീതം ചൊല്ലി. 60 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു പിന്നീട്.
അമ്മ ഓരോരുത്തരെ കുറിച്ചും വായ്തോരാതെ സംസാരിച്ചു. കൂടെ മേമയും. ഓരോരുത്തരെയും ആദരിക്കുന്നതോടൊപ്പം അവരെ അമ്മമ്മയെക്കുറിച്ച് പറയാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ചെറിയമ്മാമയുടെ വക പ്രസംഗവും ഉണ്ടായിരുന്നു. ആദരിക്കൽ ചടങ്ങ് കുറേ നീണ്ടതിനാൽ ഞങ്ങൾ ആസൂത്രണം ചെയ്ത പരിപാടികളൊന്നും തന്നെ നടത്താനായില്ല. ഇവിടത്തെ പരിപാടിക്ക് ശേഷം എല്ലാവരും വീട്ടിൽ വന്നിരുന്നു. അവിടെ വെച്ച് കുസൃതി ചോദ്യങ്ങളും ഗെയിംസും നടത്തി. അമ്മ എല്ലാവർക്കും സമ്മാനവും കൊടുത്തു. ഞങ്ങൾക്കും കിട്ടി സമ്മാനങ്ങൾ. ഗോകുലമ്മാമയുടെ പ്രസംഗവും ദിവ്യമേമയുടെ പാട്ടും ഉണ്ടായിരുന്നു. അനിയത്തിക്കുട്ടിയുടെ വക ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു. അവൾ വരച്ച ചിത്രമായിരുന്നു അത്. രഘുമാമ അമ്മമ്മയെ ആദരിച്ചു. തുടർന്ന് 2 പായസത്തോടു കൂടിയ വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു. വിഷുവിനോടനുബന്ധിച്ചതിനാൽ അവിടെ ഒരു ഭംഗിയായ വിഷുക്കണിയും ഉണ്ടായിരുന്നു. സൂര്യമംഗലം ഹെറിറ്റേജിൽ ഞങ്ങൾ ആദ്യം പോയ സമയത്തെ ഫോട്ടോസ് ഇവിടെ ചേർക്കുന്നു. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹരിതാപമായ നാലുകെട്ട്. എല്ലാവരെയും ക്ഷണിക്കാനായി ഞങ്ങൾ ചിലവില്ലാതെ ഉണ്ടാക്കിയ ക്ഷണക്കത്ത്.